വാഴ 2 ഒരുപാട് പ്രതീക്ഷകൾ നമ്മളിങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ഒരു പടമാണ്. പിന്നെ ഇവരുടെ തമാശകൾ ഈ റീലിൽ കാണുന്ന തമാശകളല്ലാതെ തന്നെ ഈ സിനിമക്ക് ആവശ്യമായ ഇവരുടെ തമാശകളിൽ കൂടെ നിൽക്കുന്ന ഒരാളും ഒക്കെയാണ് ഞാൻ. കണ്ണാടിയിലൊക്കെ അഭിനയിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ടോ? ഇപ്പോഴായാലും ഞാൻ സംസാരിക്കണം ഒറ്റയ്ക്ക് സംസാരിക്കണം. ഇപ്പൊ കണ്ണാടിയിലല്ല, മറ്റേ ഫോണിലാണ് മാത്രമേ ഉള്ളൂ, മറ്റേ സെൽഫി എടുത്തിട്ടേ. കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. നമ്മളെ നാലുപേരുടെ കളിയാക്കാൻ ആ അച്ഛൻ മോൻ കോമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനൊരു അച്ഛൻ എനിക്ക് അതെന്താണ് ശ്രീനാഥ് അങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് അടുത്ത കിട്ടണേ. പക്ഷെ ചേട്ടനെ കണ്ട് സംസാരിച്ചതിന് ശേഷം അങ്ങനെ ബുദ്ധിമുട്ട് ഇത്രയുള്ള ഇവൻ ഇപ്പോ സിനിമയിലേക്ക് വന്നപ്പോ നമുക്കൊരു ക്യാരക്ടർ തരുമ്പോ ഇപ്പോ വാഴ ഫസ്റ്റില് ലാസ്റ്റില് ആ ഒരു പോർഷൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് പിന്നെ ആഷിറിന്റെ പേരായിരുന്നു അടുത്തത് ഇവൻ തോക്കുന്നോട്ടുള്ള ഒരു ട്രെൻഡായിരുന്നു ഇപ്പൊ ഇതുവരെ. അങ്ങനെ ആൾക്കാരെ ഇഷ്ടപ്പെട്ട സന്തോഷമാണ്. ഒരു കാര്യം ചെയ്യുന്നതിലും ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നതിലും തിയേറ്ററിൽ അത്ര റെസ്പോൺസ് കിട്ടുന്നതിലും അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സിനിമ എന്ന് പറഞ്ഞത് ഭാഗ്യമെന്ന് പറയാൻ ഏറ്റവും ആപ്റ്റായ ആൾ ഞാൻ തന്നെയാണ്. മിമിക്സ് പരേഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റക്ക് ഒരിക്കലും എനിക്കും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും മാർക്ക് പണിക്ക് പോകേണ്ടതെന്ന് തന്നെ. ഡാൻസിലേക്ക് ഡാൻസ് അറിയാൻ പാടില്ലായിട്ടൊന്നും അറിയാവുന്ന ആൾക്കാർ ചിലങ്കൂരി എറിഞ്ഞിട്ടില്ല. പോടാ നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ വീണ്ടും ഒരു സിനിമ വിശേഷമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്, വാഴ 2. അപ്പോൾ എന്തായാലും വാഴ 2 സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ അഭിജിക്കുട്ടി ചേട്ടൻ, നാഷിർ, ദേവരാജ്, വിനായക്. വെൽക്കം ടു അവർ ഷോ. വളരെ വളരെ സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ വേറൊരു ടീമിനോട് പറഞ്ഞായിരുന്നു, നമ്മളൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടി കൂടുതൽ നമ്മളൊന്നും ഒരു എക്സ്പെക്ട് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും. കാരണം ഫസ്റ്റ് അത്ര ഇഷ്ടമായതുകൊണ്ടാണല്ലോ സെക്കൻഡ് നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്യുന്നത്. വാഴ 2 ഒരുപാട് പ്രതീക്ഷകൾ നമ്മളിങ്ങനെ വെച്ചിട്ടിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ തിയേറ്ററിലേക്ക് എത്താൻ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഏതായാലും ആദ്യം ബിജോടാ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ? അല്ല, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിലേക്ക് വന്നൊരു വഴിയാണ്. കാരണം ഇപ്പം ഈ പറഞ്ഞിട്ട് നമ്മൾ വാഴ ഫസ്റ്റ് കണ്ടിങ്ങനെ വണ്ടടിച്ചിരിക്കണല്ല. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നും കൂടി ആകാംക്ഷയായി. കാരണം ആ പടം വീണ്ടും ഒരു സെക്കൻഡ് പാർട്ടിൽ കാണാനല്ല. അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു കോള് വന്നത്. പിന്നെ അത് തന്നെയല്ല, ഇതിനകത്ത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ തന്നെ, അതായത് അസീസ്, നോബി, നസീർക്ക, അങ്ങനെ ഒരുപാട് നമ്മുടെ മിമിക്രി എന്നൊക്കെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് വേറൊരു തലത്തിലേക്ക് കാണിച്ചൊരു സിനിമയും കൂടിയാണ്. അപ്പോൾ അവരുടെ രണ്ടാം ഭാഗം കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കണത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എനിക്ക് സന്തോഷത്തിൽ കൂടുതൽ എനിക്ക് അത്ഭുതമാണ് വന്നത്. ദൈവമേ, നമ്മൾ ആഗ്രഹിച്ചിരുന്ന സാധനം ആരോടും പറയാതെ തന്നെ, നമ്മൾ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഒരു ആഗ്രഹം ഉണ്ടെന്നേ. അപ്പം അങ്ങനെ കിട്ടിയൊരു സിനിമ തേടി വന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അവരെയൊക്കെ കണ്ടിട്ട് വലിയ സിനിമയുണ്ട്, അത് ഭയങ്കര ഭാഗ്യമുണ്ട് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഇറങ്ങിയപ്പോഴും ഞാൻ അവരെ എല്ലാവരും വിളിച്ചിരുന്നു. 2 ഉണ്ടല്ല എന്ന് പറഞ്ഞിട്ട്. അവൻട്രാ ഉണ്ട്, 2 ഉണ്ടത് ആരാ എന്താണെന്ന് ഇല്ല അന്ന് അവർക്കും അറിയാൻ പാടില്ലെന്നില്ല ഞാനുണ്ടെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ വിളിച്ചപ്പോഴാണ് ഇതിലേക്ക്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഭയങ്കര അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. കാരണം നമ്മളെ മനസ്സിലേക്ക് കൊണ്ടു നടന്നൊരു ആഗ്രഹം സഫലമായി. അതെ അതെ അതെ. നമസ്കാരം. അഷിറിനെ ഒരുപാട് നമ്മുടെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസിലൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഏതായാലും സിനിമയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഇത് വലുതായി കാണാനോ ഒരു ആഗ്രഹം കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, എല്ലാം കൊണ്ടും പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം. അതായത് ആദ്യമായിട്ടൊരു സിനിമ വരുന്നതുകൊണ്ടും, അതായത് മുഴുനീളം ഫുള്ള് വരുന്നതുകൊണ്ട് ഏത് കാര്യം എടുത്താലും നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതായത് ഏതെടുത്താലും അത്ഭുതമായിരുന്നു. കാര്യം നമുക്ക് ഇതോട്ട് ചെയ്തിട്ടില്ലല്ലോ ഒന്നും. അപ്പം ഓരോന്നും പുതിയ പുതിയ അറിവുകളായിരുന്നു. അതെ അതെ, എല്ലാം പുതിയതായിരുന്നു. ഓരോ കാര്യങ്ങൾ പഠിക്കാൻ. അതെ അതെ അതെ. സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞാൽ തുടക്കം ഒരു സിനിമ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു.
ഇല്ലായിരുന്നല്ലോ. അല്ലാതെ നിങ്ങൾ ഒരു 5 പേര് കൂടിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ 4 പേരായി. പെട്ടെന്ന് സിനിമയും ഇതെല്ലാം നമുക്ക് കിട്ടാൻ തുടങ്ങിയപ്പോ ഉറപ്പിച്ചു ഓക്കെ ഇതാണ് നമ്മൾ പോകേണ്ട വഴി. ഒരു തോന്നൽ വന്നൊരു സമയം എപ്പോഴായിരുന്നു? അത് ഈ ആൾക്കാര് പൊതുവെ വീഡിയോസിന് വ്യൂസ് കൂടിയപ്പം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടപ്പോൾ നമ്മൾ വീഡിയോയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്തു പോയെന്നേ ഉള്ളൂ. അത് പിന്നെ പോയി സിനിമ ചെയ്യുന്ന ആൾക്കാർ കാണാൻ തുടങ്ങി. അങ്ങനെ അപ്പോഴും നമ്മൾ അങ്ങനെ വലുതായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. അതായത് ചെയ്യുന്ന അടിപൊളിയാവണം, കാര്യം നമ്മൾ ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയാണ് ചിന്തിച്ചത് ആദ്യം. അതായത് നമ്മൾ അതിലേക്കല്ല, നമ്മൾ ചെയ്യുന്നത് പല മേഖലയിലുള്ള ആൾക്കാരല്ലേ, ഓരോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ അങ്ങോട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ വന്നതല്ല. ക്യാരക്ടറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞൊരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാതരം ഇമോഷനിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ്. ഒരു സ്കൂൾ കാലം, പിന്നെ അതിൽ നിന്ന് അങ്ങോട്ടുള്ള അതെ 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 ആ രീതിയിലുള്ള ഒരു ഇതാണ്. ഓക്കെ, എന്താ നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അതെ, നമ്മള് ഫീൽ ചെയ്ത പല സംഭവങ്ങളും കൊണ്ടുവരാൻ പറ്റും. അതെ അതെ, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, തിരിച്ചു വരാം. എന്തായാലും ബ്രോ അടിപൊളി പേരാണ് ദേവരാജ്. വലിയ കലാകാരന്മാർക്ക് കൊടുക്കുന്ന പേരാണ് ദേവരാജ് മാസ്റ്റർ. അത് തന്നെ ബ്രോ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? വാഴ 2 ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വിചാരിക്കാതെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഞങ്ങൾ റീൽസ് ചെയ്യാൻ തുടങ്ങി അധികം വൈകാതെ 1-2 സിനിമകളിൽ ഇതിങ്ങനെ വന്നിരുന്നു. 1-2 ചെറിയ റോളുകൾ വേറെ സിനിമകളിൽ ചെയ്തിരുന്നു. അതിനുശേഷമാണ് കുറച്ചുകൂടി ഒരു ക്യാരക്ടറുള്ളൊരു സിനിമ ആദ്യമായിട്ട് ചെയ്യുന്ന വാഴയാണ്. സിനിമയുടെ അവസാന കാസ്റ്റിംഗ് സമയത്താണ് ഞാൻ പടത്തിൽ ഇന്നാവുന്നത്. അപ്പോഴും അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പാട്ട് കാണുന്ന സമയത്തൊക്കെ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ അറിയില്ല ഒരിക്കലും സെക്കൻഡിലേക്ക് നമ്മളെ വിളിക്കുമെന്നുള്ള കാര്യം. വിളിച്ചു വന്നപ്പോൾ രസമുള്ളൊരു പരിപാടിയാണ്, ഇവരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നതും കൂടെ ആയപ്പോൾ നമുക്കും കാലങ്ങളായിട്ട് ഇവരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കൊള്ളാം, നമ്മളെയും വിളിച്ചു ഇതിൽ ഇന്നായി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. പിന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ചെയ്യുന്ന എല്ലാ റോളുകളും നമ്മൾ അതർവൈസ് നമ്മൾ റീലിലൊന്നും ചെയ്യാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള സീൻസും അങ്ങനത്തെ ഒരു എഫേർട്ടുമാണ് നമുക്ക് ഇതിന് വേണ്ടത്. കാരണം അത്രയും ദിവസം നമ്മൾ 1 വർഷത്തോളം ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് അതിലും അധികമായി. അത്രയും സമയം നമ്മൾ ആ ക്യാരക്ടറായിട്ട് നിൽക്കണം. ഷൂട്ട് മുതൽ ഡബ്ബ് തീരുന്നവരെ നമ്മൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ പരിപാടികൾ പിടിച്ചു പോകണം. അത് വലിയൊരു ലേണിംഗ് ആയിരുന്നു. ഇത് വരാൻ പറ്റിയത് ഭയങ്കര ഒരു എന്തായാലും നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ എന്തായാലും ഇതിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും, എല്ലാം കൊണ്ട്. ഇപ്പം നമുക്ക് ആദ്യമായിട്ടൊരു സംഭവം ഒരാൾ കയ്യിലേക്ക് തരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നമ്മളെല്ലാവരും നോക്കുക. അതിൽ വിജയേട്ട പറഞ്ഞായിരുന്നു, കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു വിജയേട്ടൻ തന്നെ ഞെട്ടിയിരുന്നു നിങ്ങളുടെ ഫൈറ്റ് സീനും ഇതൊക്കെ കണ്ടു. കഷ്ടപ്പെടാം, റോപ്പൊന്നും ഇട്ടിട്ടുണ്ട് അവന്മാർക്ക്, അല്ലാണ്ട് അവന്മാരൊക്കെ വീഴെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫൈറ്റ് സീൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ? അതും ആദ്യമായിട്ടായിരുന്നു, അതുകൊണ്ട് ജീവിതത്തിലൊന്നുമില്ല, അങ്ങനെയായിരുന്നു. അതായത് ആദ്യമായിട്ടെന്ന് വെച്ചാൽ ജീവിതത്തിലല്ല, സിനിമ ചെയ്യുന്ന എല്ലാം പുതിയതല്ലേ നമുക്ക്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുതിയതാണ്. ഫൈറ്റ് സീനും നമുക്ക് അത് കണക്കായിരുന്നു. അതായത് ഓരോ ഷോട്ട് എടുക്കുമ്പോഴായാലും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴായാലും, പിന്നെ ആ ഫൈറ്റിൻ്റെ ഇടയിൽ അത് നമ്മൾ പുറത്ത് വെച്ചായിരുന്നു, മണ്ണിലായിരുന്നു, മനസ്സിലായില്ലേ. ഇടയ്ക്ക് ബെഡ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ബെഡ് യൂസ് ചെയ്യും, അല്ലാതെ കൂടുതൽ നമ്മൾ അതിൻ്റെതായ കുറച്ച് പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. കാര്യങ്ങൾ 5 ദിവസം 6 ദിവസം എന്തോ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അത്രയും വെയിലത്ത് കിടന്നു. അടിപൊളിയാവട്ടെ. അത്യാവശ്യം കഷ്ടപ്പെട്ടു ആ പറച്ചിൽ തന്നെ അറിയാം. അല്ല, അവര് സമ്മതിച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂല. കാരണം അവർ 4 പേരെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാട് എൻ്റെ ബാക്കിൽ എടുത്തിട്ടുണ്ട്. ഒരു സിനിമയെ എങ്ങനെ വിജയിപ്പിക്കാം, അതുപോലെ തന്നെ ഇത് ഡയറക്ഷൻ അല്ലെങ്കിൽ എഴുതി വെച്ചാക്കണ അതേപോലെ തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കാരണം നമുക്കത് പറ്റൂല, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അവർ ചെയ്യാൻ തയ്യാറാണ്, എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. എഫേർട്ടിനുള്ള പരിപാടി നമ്മൾ 2-3 ഷോട്ടുകളെ അതിൻ്റെ കാണിച്ചിട്ടുള്ളത്. ഡയറക്ടർ നമ്മൾ പേഴ്സണലായിട്ടൊന്ന് കാണിച്ചത് റഫ് കട്ടായിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാധാരണ സിനിമയിലുള്ള ഒരു ഫൈറ്റൊന്നും അല്ല അത് ഒരു ഗംഭീര സാധനമാണ്. നമ്മൾ ഇടിച്ചിട്ട് ഒരു 10 പേരെ തെറിപ്പിക്കുന്ന സാധനമൊന്നുമല്ല. എങ്കിൽ തന്നെയും വളരെ ഈ സിനിമക്ക് ആവശ്യമായ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം. അതെ 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 അതെ. ഞാനൊരു പാരൻ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്, ചെയ്തതും അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് വാഴ ഫസ്റ്റുള്ള പോലെ ഒരു നീണ്ട സംഭവം കാര്യങ്ങളൊന്നുമില്ല. ഹ്യൂമറാണ് മൊത്തം. ഹ്യൂമർ കൊണ്ട് പോകുന്ന, പിന്നെ ഇവരുടെ തമാശകൾ ഈ റീലിൽ കാണുന്ന തമാശകളല്ലാതെ തന്നെ ഈ സിനിമക്ക് ആവശ്യമായ
ഇവിടെ തമാശകളിൽ കൂടെ നിൽക്കുന്ന ഒരാളും ഒക്കെയാണ് ഞാൻ. കൂട്ടത്തിലുള്ള എല്ലാവരും കൂടെ ഇവരുടെ കൂടെയൊക്കെ എപ്പോഴും മിക്കവാറും ഉണ്ടാവുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ തമാശയല്ല, ഇവരുടെ റീലി നമ്മളൊക്കെ നേരത്തെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒരു തമാശ ഉണ്ടല്ലോ, ആ ഒരു തമാശയുടെ ആവശ്യം ഇപ്പം ഇല്ലല്ലോ സിനിമയിൽ. അപ്പം പുതിയ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പം സിനിമയ്ക്ക് വേണ്ടിയുള്ള സിനിമയുടെ സീനിൽ ആവശ്യപ്പെടുന്ന തമാശകളും അതുപോലെ തന്നെ ഇവരെ റീല് കാണുമ്പോൾ ആ റീല് തന്നെ അങ്ങനെ പറിച്ചു വെച്ചാൽ സിനിമ ഒന്നുമല്ല. സിനിമയ്ക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അത് വെറുതെ എഴുതി വെക്കാവുന്ന ഒരാളല്ല, ഡയറക്ടറും അങ്ങനത്തെ ആളല്ല. അപ്പം അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുടെ അച്ഛനാണ്, വിനായകൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം അങ്ങനെ അങ്ങോട്ട് നല്ല നല്ല രസമായിട്ട് പോകുന്ന സുധീഷും ഞാനും ഉണ്ടാവും ഇവരുടെ കൂടെ. സുധീഷും അപ്പം നമുക്കുള്ളൊരു ബലമെന്ന് വെച്ചാൽ സുധീഷാണ്. അപ്പോൾ സുധീഷിനൊക്കെ ഒരുപാട് ചെയ്ത് പരിചയമൊക്കെ ഉള്ള സംഭവമുള്ള. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുധീഷ് എന്നെ വിളിക്കാറുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ സുധീഷിൻ്റെ കൂടെയും കൂടി ആകുമ്പോൾ നമുക്കൊരു കംഫർട്ടാണ്. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും നല്ല, കാരണം വേറൊരു നമ്മുടെയൊക്കെ ഏജിൽ നിൽക്കുന്ന ഒരാളും കൂട്ടുകാരനൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ അഭിനയത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാര്യം കൂടി കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഏറ്റവും കൂടുതൽ യങ്ങായി സിനിമയിൽ അഭിനയിച്ചേക്കുന്ന ഒരാളാണ് സുധീഷ്. അയ്യോ തീർച്ചയായിട്ടും ലാസ്റ്റ് വരെ പുള്ളിയെ കോളേജുമാരുടെ ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഏത് ലെവലിൽ തുടങ്ങിയാണ്. അതെ, ആ അച്ഛൻ മോൻ കോംബോ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെ ഒരു അച്ഛൻ എനിക്ക് അടുത്ത് അതെന്താണ് ശ്രീനാഥ് അങ്ങനെ ഇങ്ങനെ ഒരു അച്ഛനം ഇങ്ങനെ കാണിച്ചിട്ട് അടുത്ത ജനത്തിൽ കിട്ടണേ ആദ്യം നശിക്കും. അല്ല ഇങ്ങനെ നല്ലതായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുഞ്ഞിലെ പോത്തൻ ബാബ, ഈ ചോട്ടാ മുംബൈ, അതൊക്കെ അതിലൊക്കെ ചേട്ടൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പം എങ്ങനെയാവും എന്നുള്ള രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നു. കാര്യം നമ്മൾ മുന്നേ ഒത്തിരി വർഷം കൊണ്ട് കണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അടുത്ത് വന്നിട്ട് എങ്ങനെയാണ്, ഒന്നാമത്തെ കാര്യം ഞാൻ പുതിയതായിട്ടാണ്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ചേട്ടനെ കണ്ട് സംസാരിച്ചതിന് ശേഷം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇത്രയുള്ള ആ ഒരു രീതിയിൽ ഒരു പ്രശ്നവും പിന്നെ അറിഞ്ഞിട്ടില്ല. അതെ അതെ. നമ്മളിപ്പോ സിനിമയിലേക്ക് വന്നപ്പോ നമുക്കൊരു ക്യാരക്ടർ തരുമ്പോ, ഇപ്പോ വാഴ ഫസ്റ്റില് ലാസ്റ്റില് ആ ഒരു പോർഷൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് പിന്നെ ആഷിറിന്റെ പേരായിരുന്നു അടുത്ത ദിവസം തോക്കുന്നോട്ടുള്ള ഒരു ട്രെൻഡായിരുന്നു ഇപ്പൊ ഇതുവരെ. അപ്പൊ ഒരു ടെൻഷൻ വന്നു, ദൈവമേ എല്ലാവരും എന്നെയാണല്ലോ നോക്കുന്നത്, ആ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ആൾക്കാരെ ഇഷ്ടപ്പെട്ട സന്തോഷമാണ്. കാര്യം ഒരു കാര്യം ചെയ്യുന്നതിലും ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നതിലും തിയേറ്ററിൽ അത്ര റെസ്പോൺസ് കിട്ടുന്നതിലും അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാര്യം എനിക്കറിയാം, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണ്. അപ്പം ഇഷ്ടമാണ്, അതെ അതെ, അതെങ്ങനെയാലും കൊണ്ടുപോകാം. നമുക്ക് ഇപ്പൊ ഈ എന്താ പറയാ, ഈ ചെറിയ നമ്മളിപ്പോ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യൂലേ, അതിന് ബിജുട്ടാ പണ്ട് നമ്മള് ഒരു കോമഡി സീരിയൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു 13 എപ്പിസോഡൊക്കെ മാക്സിമം, പിന്നെ നമുക്ക് സ്കിറ്റുകളിലേക്ക് ഒതുങ്ങി, ചെറിയ സ്കിറ്റുകൾ, പിന്നെ കോമഡി പ്രോഗ്രാമുകളൊക്കെ പതുക്കെ വന്നു, ഈ ജഗമോഹന്റെ വന്നു. ഒരു സിനിമ തന്നെ ഒരു മിനിറ്റിലാണ് ഇവര് തീർക്കുന്നത്. സിനിമ കണ്ടു തീർക്കുന്ന മൂടാണ്. അത്ര രസമായിട്ടാണ് ഒതുങ്ങിയേക്കുന്നത് അല്ലെ, ആ മാറ്റം. അതെ അതെ, ശരിയാണ്. അതൊരു കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞാല് അത് നമ്മളൊരു സിനിമ ചെറിയൊരു കണ്ടന്റ് കിട്ടിയിട്ടുള്ള സിനിമ 2.5 മണിക്കൂർ ഉണ്ടാക്കുന്നത്, അത് തന്നെ ഒരു ചെറിയ ഒരു അത് നമ്മളെ സന്തോഷിക്കുന്ന രീതിയിൽ ചെയ്ത് വെക്കാന്നുള്ള അവസരമല്ല. പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് സ്കോപ്പുകളുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ അത്രയും ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ആയത് പണ്ട്. അതാണ് ആ സമയത്തുള്ള നടന്മാർക്കൊക്കെ അത്രയും ആൾക്കാർക്ക് അത്രയും താല്പര്യം. അതെ അതെ, അതിന് ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരുടെ ഇടയിലും അങ്ങനെ വന്നു പോണു ഒരുപാടായി ആ ലെവലിൽ നിൽക്കും. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് എന്റർടൈൻമെന്റ് എല്ലാം, ഇപ്പം യാത്ര പോവാം, ആൾക്കാർ സിനിമയ്ക്ക് പോകണം, ബീച്ചിൽ പോകണം, ജനങ്ങളൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞാൽ സിനിമ മാത്രമാണ്. അതെ അതെ, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ആൾക്കാർക്ക് അത്രയും പോയി നിൽക്കുന്ന അവരെ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് അത്ര ടൈം ഇല്ല. അതെ അതെ, അപ്പൊ അങ്ങനെ ഒരു ഫോണിലേക്ക് വരുമ്പം അത്രയും ഷോർട്ടായിട്ടുള്ളതേ പറ്റും. അത് മാത്രമല്ല ഫോണിൽ എല്ലാ സ്ഥലത്തോട്ട് പോകാൻ പറ്റും, അപ്പൊ ലെങ്ത് കൂട്ടാനും പറ്റൂല. അപ്പൊ ആ മിനിറ്റിൽ എന്തുമാത്രം അവിടെ കാണിക്കാൻ പറ്റും അത് ചെയ്യുക മാക്സിമം. അതെ അതെ, കാര്യം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുകയല്ലേ, അപ്പൊ മാക്സിമം വലുതാക്കില്ല. അതുകൊണ്ടാണ്
ഷോർട്സിന് അത്രയും അത് ഇവരുടെ കഴിവ് തന്നെയുണ്ട്. കാരണം ഒരു സിനിമ ആകുമ്പോൾ നമുക്കൊരു സംവിധായകൻ്റെ കീഴിൽ അഭിനയിക്കുമ്പോൾ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഇവർ മൂന്നുപേരാണെങ്കിൽ ഇവർ മൂന്നുപേർ തന്നെയാണല്ലോ അതിൻ്റെ കോൺട്രിബ്യൂഷനും എവിടെ നിർത്തണം എന്ത് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെയാണല്ലോ, ഒരു ഡയറക്ടറുടെ കീഴിലല്ല. അപ്പോൾ അത് ഭയങ്കര ഒരു അധ്വാനം തന്നെയാണല്ലേ. ആ തുടക്കത്തിൽ ഒരു 5 സെക്കൻഡ് അല്ലേ, 5 സെക്കൻഡ് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. 5 സെക്കൻഡ് കണ്ടിട്ടാണ് ഇപ്പൊ നേരത്തെ വളരെ കറക്റ്റ് പറഞ്ഞത്. 5 സെക്കൻഡ് നല്ല സാധനം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ സ്കിപ്പ് ചെയ്യും. ഇതുണ്ട് അത്രയും നമ്മള് അത് ഇപ്പം ഒരു ഏതായാലും നോർമലി ഇങ്ങനെ ഒരു മീഡിയയിൽ വീഡിയോ ചെയ്യുന്നത് അതിപ്പോ ഇന്റർവ്യൂ ആണെങ്കിൽ കൂടി നമ്മൾ അതിലെ മെയിൻ സാധനം എനിക്ക് ആദ്യം സൈക്കോളജിയാണ്. ആദ്യം എന്താണ് കാണാൻ ഉദ്ദേശിക്കുന്നത് മെയിൻ ആദ്യം കാണിച്ചിട്ട് അവിടെ നിർത്തുക, അത് പയ്യെ കാണിച്ചു തരാം. ഈ മറ്റേ ഒരു ടൈമിൽ യൂട്യൂബിൽ നമ്മളെയൊക്കെ പറ്റിക്കുന്ന ഒരു സാധനങ്ങളാണ് വാതിൽ തുറന്നു കണ്ടത് എന്താ കണ്ടത് നോക്കൂ, ഒന്നുമില്ല അതിന്റെ അകത്ത് പുതിയൊരു കസേര മേടിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി പറയും. അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്ന കുറെ ടീമുകളുണ്ടായിരുന്നു. അതൊക്കെ മാറി, അതൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി. ഇല്ലടാ നോക്കൂല, അത് മാറ്റിക്കളയും. വലുതാവാനാണ് ഉദ്ദേശിക്കാൻ ഇപ്പത്തെ ആഗ്രഹമാണോ അത് പണ്ട് ഉണ്ടായിരുന്ന ആഗ്രഹം? പണ്ടേ സിനിമ എന്നുള്ളൊരു സാധനം മനസ്സിലുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നാടകം, അത് പിന്നെ ഷോർട്ട് ഫിലിമായി, പിന്നെ മിമിക്രിയാണ്, കലോത്സവങ്ങളൊക്കെ ആയി. പക്ഷേ കറങ്ങി തിരിഞ്ഞ് സിനിമ തന്നെ ആയിരുന്നു ആദ്യമേ. മിമിക്രി ആ ടൈമിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലോത്സവങ്ങൾക്ക് മിമിക്രി ചെയ്യുമായിരുന്നു. ഇത്രയും വലിയ ആയുധം വേറെ ഇല്ല. അല്ല അങ്ങനെയാണ് സിനിമ. അപ്പോൾ അഭിനയമൊക്കെ തന്നെയായിരുന്നു ആദ്യമേ. അന്ന് കുറേ പരിപാടി അത് പറഞ്ഞു ഇല്ല. അന്ന് ഏറ്റവും അധികം ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കുറേ സാധനങ്ങളെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ച സമയമൊക്കെ ആയിരുന്നു. പുള്ളിയുടെ ഫെയർവെൽ സ്പീച്ച് ചെയ്യും. പിന്നെ നമ്മൾ സ്ഥിരം എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കുറേ ജനാർദ്ദനൻ ചേട്ടൻ, മാമുക്കോയ, ഏറ്റവും നമുക്ക് ഭയങ്കര എപ്പോഴും ഒരു കംഫർട്ടായിട്ടുള്ള ശബ്ദം ഏതായിരുന്നു? എപ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ചെയ്യാൻ ചോദിക്കോടുത്തു. അല്ല ഏറ്റവും അധികം ഞാൻ ആദ്യം ചെയ്തു ഇപ്പോൾ ജനാർദ്ദന ചേട്ടൻ്റെയും മാമുക്കോയ ഈ 2 സൗണ്ടുകൾ വെച്ചായിരുന്നു തുടങ്ങിയത്. ഒരാളുടെ സൗണ്ട് പിന്നീട് നീ കുറച്ചുകൂടെ പഠിച്ചു പോകാന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം പോയി നമ്മൾ ട്രെയിൻഡായി പിറ്റേ സ്റ്റേജിലൊന്ന് ചെയ്യും, കുറച്ചുകൂടെ സൗണ്ടുകളൊക്കെ ആഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ പെർഫോമൻസിന്. ആരും പഠിപ്പിച്ചൊന്നുമല്ല. ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്ത് ചെയ്താലും അന്ന് ഹിറ്റാണ്. അല്ല നടന്മാരൊന്നും നമുക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. തന്നെ ഞാൻ നടന്മാരെ എടുക്കലൊക്കെ ഈ ശബ്ദം കേട്ട് അങ്ങനെ ചോദിച്ചല്ലോ എന്നോട് ഈ ഒരു ചോദ്യം. അയ്യോ അവിടെ നിന്ന് വിട്ടുപോയിട്ടാ. അല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സിദ്ദിഖ് ലാൽ നമ്മുടെ കൂട്ടുകെട്ടുണ്ടല്ലോ, അവർ വന്നതിൽ പിന്നെയാണ് കലാഭവൻ എന്ന സിനിമ, അല്ല നമ്മുടെ ഒരു ട്രൂപ്പ് വന്നതിൽ പിന്നെയാണ് നമ്മൾ മിമിക്രി എന്ന് പറഞ്ഞൊരു കല, ഒരു സിംഗിൾ കലയായിരുന്നത്. സിംഗിൾ ആൾ വന്നിട്ട് പെർഫോം ചെയ്യുന്ന കലയായിരുന്നു. അത് നടന്മാരായാലും പ്രകൃതിയില ഇതായാലും. പക്ഷെ അത് മിമിക്സ് പരേഡിലേക്ക് വന്നപ്പോൾ ഒരാളിൽ നിന്നും ഒരു 4 പേരും 3 പേരും 5 പേരിലേക്ക് വന്നപ്പോൾ കിട്ടിയ അത് വന്നതിന് ശേഷം ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു. അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വാർക്കപ്പണിക്ക് പോകേണ്ടതെന്ന് തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. കാരണം മിമിക്സ് പരേഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റക്ക് ഒരിക്കലും എനിക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നസീർഖിനെ പോലുള്ള ആൾക്കാർ, വൺ മാൻ ഷോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതുണ്ടാവുള്ളൂ. മിമിക്സ് പരേഡ് ആയപ്പോഴും കുറേ കോമഡിയന്മാർ വന്നു തുടങ്ങിയത്. കോമഡി എന്ന് വെച്ചാൽ നമുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രൂപ്പിലൊക്കെ ആദ്യം കയറി വന്നത്. അങ്ങനെ ഒരു സ്റ്റാർ ലെവലിൽ സ്റ്റാറൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ഞാൻ. കോമഡി ഫുൾ കോമഡിയാണ് നേരത്തെ തുടങ്ങി കളിച്ചിരിക്കണേക്ക. അതൊക്കെ തന്നെയാണ്. അതെ 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 അതെ. അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് 5 സ്റ്റാർ തട്ടിടാന്ന് പറഞ്ഞൊരു പരിപാടിയിലേക്ക്, അത് കുറേ ചാനലിലൊക്കെ നടന്നതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്, ടിനിയുടെ ഒക്കെ കൂടെ വന്നത്. അപ്പോൾ അതിലൂടെയാണ് മമ്മൂക്ക കാണുന്നതും ജോർജ് സാറ് കാണുന്നതും വിളിക്കുന്നതും. അതെ 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 അതെ. അല്ല അതൊരു ഭാഗ്യമാണ് അത്. കാരണം സിനിമ എന്ന് പറഞ്ഞത് ഭാഗ്യമെന്ന് പറയാൻ ഏറ്റവും ആപ്റ്റായ ആൾ ഞാൻ തന്നെയാണ്. കാരണം ഒരുപാട് കഴിവുള്ള ആളുകൾ എൻ്റെ ട്രൂപ്പിലും ഉണ്ട്. ഒരുപാട് എന്നേൽ സീനിയറായിട്ടുള്ള മിമിക്രിക്കാർ ഇപ്പോഴും നിൽപ്പുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരു എന്താണ്, ഒരു കഴിവ് മാത്രമല്ല, ഒരു ഭാഗ്യം കൂടിയാണ്. അതാണ് ഈ വന്ന് നിൽക്കുന്ന വാഴ 2 വരെ എനിക്ക് അനുഭവപ്പെട്ടാണത്.
പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന ക്യാരക്ടറുകൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റീലിലൊക്കെ ചെയ്യുന്ന ക്യാരക്ടറുകൾ റിയൽ ലൈഫിൽ കണ്ട ഏതെങ്കിലും ഒരാളെ എപ്പോഴെങ്കിലും അനുകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നതിൽ ചില ആൾക്കാരെ ക്യാരക്ടർ നമ്മൾ നോക്കി വെക്കും, എന്നിട്ട് അത് നമ്മൾ നാലിടയിൽ സംസാരിക്കും, ചിലപ്പോൾ കളിയാക്കും, എന്നിട്ട് പിന്നെ നമ്മൾ അവരെ കുറച്ച് കാര്യങ്ങൾ മാത്രം റീലിലേക്ക് എടുക്കും. അവർ പറയുന്ന കുറച്ച് ഡയലോഗുകൾ നമ്മളെവിടെ പോയാലും, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോയാലും ഇപ്പം എവിടെ പോയാലും ചേട്ടൻ അല്ല നമ്മളങ്ങനെയാണല്ലോ അനുകരണം. നമ്മളാദ്യം തന്നെ ചിലപ്പോൾ സാറുമാരൊക്കെ കളിയാക്കി സ്കൂളിലൊക്കെ അങ്ങനെ അല്ലേ അന്നാണ് തുടങ്ങണത്. സാറുമാർ മറ്റേ സാറ് കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തികളാണ്. നമ്മളെ നാലുപേരുടെ കളിയാക്കും, കളിയാക്കി ആദ്യം കളിയാക്കുമ്പോ അതൊരു പണ്ടൊക്കെ അതൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ട്രോൾ എന്ന് പറഞ്ഞാൽ തമാശയാക്കി ഇപ്പൊ കളിയാക്കലുകളെല്ലാം. അതാണ് പറഞ്ഞത്, നമ്മൾ നാലുപേരുടെ ഇടയിലേ നമ്മൾ പറയും കളിയാക്കുന്നത്. എന്നിട്ട് പിന്നെ നമ്മളെ വീഡിയോയുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതും ഇതൊക്കെ ഒരാളെ നോക്കി മനസ്സിലാക്കും. ചിലപ്പോൾ നമ്മൾ എവിടെ പോയാലും ഒരു വ്യത്യസ്ത രീതിയിൽ ആരെന്ത് കാണിച്ചാലും ശ്രദ്ധിച്ചിട്ട് അത് നമ്മളെ രീതിയിൽ എടുത്തു മാറ്റും. അയാൾ പറയുന്ന രീതികളോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം, ഒരു ക്യാരക്ടർ ആളെ പറയണ്ട, അങ്ങനെ കിട്ടിയ ഒരു സാധനം കറക്റ്റ് അവരെടുക്കില്ല. അവരിൽ നിന്ന് ചില ഡയലോഗുകളും അവര് പറയുന്ന രീതി അങ്ങനെയൊക്കെ ഉള്ളു. അതും മണിച്ചേട്ടൻ വേലായുധ പാടിയിട്ട് അടിയിട്ടെന്ന് പറഞ്ഞില്ലേ, വീട്ടിനടുത്തുള്ള വേലായുധം തല്ലിന്ന് പറഞ്ഞില്ലേ, അതേപോലെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ കൊള്ളിച്ചേരാം. എന്തായാലും ഇപ്പൊ വാഴ 2 ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഇത് നറേറ്റ് ചെയ്യുമല്ലോ, അപ്പൊ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു സാധനം ഓക്കെ ആ ക്യാരക്ടർ ഉണ്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അന്ന് വിചാരിച്ച സാധനം വരുമോ, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരു സാധനം വരെ നിങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ? അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രിപ്റ്റിന് മുന്നേ നമ്മൾ ഈ പടത്തിൽ ഇന്നാണ് വാഴ 2 എന്ന് പറയുന്നത് അവര് ഡിസ്കസ് ചെയ്തപ്പോഴേ നമ്മളതിലുണ്ട്. അപ്പം അത് എഴുതി തുടങ്ങിയപ്പോഴേ ഓരോന്ന് അറിഞ്ഞും കേട്ടാണ് നമ്മൾ പോയത്. അപ്പം അത് ഫുള്ള് കിട്ടിയതിന് ശേഷമല്ല, മനസ്സിലായില്ലേ? പിന്നെ അത് എങ്ങനെയാണ് അത് ആയോന്ന് കറക്റ്റ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ തിയേറ്ററിൽ അത് നമുക്ക് കണ്ടാലേ നമുക്ക് കാര്യം നമ്മളൊരു അത് കറക്റ്റ് കണ്ടിട്ടില്ല. അതെ അതെ അതെ. അപ്പൊ അത് കറക്റ്റ് കണ്ടാലേ നമുക്ക് പറയാൻ കഴിയും. കാര്യം നമ്മളത് മനസ്സിലാവുള്ളൂ. ബിജുവിനെ സംബന്ധിച്ച് അതൊരു കാര്യം സിസിക്കാണെങ്കിലും നോബിച്ചാറിനാണെങ്കിലും ഇതുവരെ ചെയ്തു പോകുന്ന ക്യാരക്ടറുകളല്ല വാഴ 1 ചെയ്തേക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ട് അവരെ വേറെ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ചേട്ടനെ വിളിച്ചപ്പോഴും ചേട്ടൻ മനസ്സിലാകുന്ന ടെൻഷൻ ഉണ്ടാവുന്നു. അല്ലല്ല, എന്നെ വിളിക്കുമ്പോൾ ഞാൻ വാഴയിൽ എന്താണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. കാരണം വാഴയിൽ വാഴ 2 ചേട്ടന് ഡേറ്റ് ഉണ്ടാവുമോ ചേട്ടാന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്കറിയാം ആടെന്ന് പറഞ്ഞ സിനിമ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് വല്ല പ്രശ്നം ഉണ്ടാവും. ഞാൻ പരമാവധി ഞാൻ അവിടെ പറയാം, കാരണം പറയാതെ പോകുന്നത് ശരിയല്ല. പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് കൂടി ഞാൻ നിങ്ങൾ പറയുന്ന ഡേറ്റിനൊക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ ചോദിച്ചില്ലേ ഏതാണ് എന്താണ്, അപ്പോൾ പോകില്ലേ സാധനം, നമ്മൾ ആഗ്രഹത്തോടെ ഇരിക്കുന്ന സംഭവമല്ലേ ഇത്. അപ്പോൾ അതിന് കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് തന്നെ പറയണ ചെയ്ത് അത് നല്ല സിനിമയായിരിക്കും. കാരണം കണ്ടത് വാഴ ഫസ്റ്റ് കണ്ടാണല്ലോ. ഇതിനകത്തും ഒരു പാരൻ്റായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അതിനകത്ത് കോമഡിയാണോ സീരിയസ് ആണോ എന്ന് ചോദിച്ചില്ല, ഡേറ്റ് പറയാമെന്ന് പറഞ്ഞോളൂ. അതെ അതെ അതെ. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഡയറക്ടർ വിളിക്കോട്ടാന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ആലോചിച്ച് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു കഥ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കോമഡിയിലൊക്കെ ആണെങ്കിൽ നമ്മളോട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാർ ആ നമ്പർ എന്നാൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ്. അല്ല ചേട്ടനെ വിളിക്കും ചേട്ടാന്ന് പറഞ്ഞു. അപ്പം തന്നെ സമിൻ എന്നെ വിളിച്ച് ഇങ്ങനെയാണ് കാര്യങ്ങൾ, പിന്നെ ഒരാളുടെ അച്ഛനായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറയും വീട്ടിൽ വരണമെന്നില്ല, ഞാൻ അങ്ങോട്ട് വരാം. അല്ല അത് ചേട്ടാ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ്. എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് ഓക്കെ ആക്കി. പക്ഷെ വീട്ടിൽ നിന്ന് സമാധാനം പറ്റില്ല. ഈ അങ്ങനെ നിസ്സാര സമയം മതി മാറിപ്പോകാനായിട്ടേ. ഞാൻ പിറ്റേ ദിവസം തന്നെ ബൈക്ക് എടുത്ത് നേരെ പോയി. എൻ്റെ എറണാകുളത്തോട്ട് വിളിച്ച് സവിനെ എവിടെയുള്ളത്, ഞാൻ ഫ്ലാറ്റിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരട്ടെ. വേണ്ട കേട്ടോ ഇങ്ങോട്ട് വരണ്ട. അവരുടെ മനസ്സിൽ നമ്മൾ ഉറപ്പാണ്, പക്ഷെ നമുക്കൊരു ഉറപ്പില്ല. അപ്പോൾ അവിടെ ഉണ്ട്. ഞാൻ എറണാകുളത്തിന് ആവശ്യത്തിന് വേണ്ടി വന്നേ, തൊട്ടിപ്പുറത്തുണ്ട് നിങ്ങളുടെ. അപ്പം നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാമല്ലോ. എവിടെ മരിച്ചാണ് വന്നാക്കണത്. ചെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് എനിക്ക് ചെയ്തില്ല. അപ്പോൾ ഓക്കെ ഉള്ളല്ലോ. പിന്നെ ഇത് ഓക്കെയാണ് കേട്ടോ. അപ്പം മറിയാലോ നേരത്തെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു താടി വളർത്തണോ, താടി ഉണ്ടായാൽ കൊള്ളാം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സംശയം ദൈവമേ. അപ്പോൾ മസ്റ്റായിട്ടൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാവുമല്ലോ, ഉണ്ടായാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം എനിക്ക് തോന്നി ചാഞ്ചാട്ടത്തിലാണ്. അതെ അതെ അതെ.
അപ്പോൾ ചേട്ടന് ഈ മറ്റേ ഈ ഉടുക്കോട്ട് അറിയാം, പിന്നെ ഉടുക്കോട്ട് അറിയാം, ഉടുക്ക്, ചെണ്ട, തബല, ജാസ് ഒക്കെ മാറി പറഞ്ഞു വരാല്ല. ആ സംഭവം ഇനിയിപ്പോൾ സിനിമയിലില്ല, നേരത്തെ അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു ഒരു ഉടുക്ക് കൂട്ടണ പാട്ട് പാടുന്ന ആൾ, ഇവർ അയ്യപ്പ പാട്ടിനൊക്കെ പോണതേ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം എന്നെക്കൊണ്ട് ശല്യമായി. പിന്നെ പക്ഷെ അവർക്ക് നമ്മൾ ഉറപ്പായിരുന്നു ഉണ്ടെന്നുള്ളത്, പക്ഷെ നമുക്കൊരു ഉറപ്പില്ലാത്തതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ കാരണം ഈ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് നമുക്കറിയാമല്ലോ. നമ്മളെ ചെറുപ്പത്തിലേ നമ്മള് ഇപ്പൊ ആക്ടിങ്ങിലേക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും ഒരു അതായത് താല്പര്യം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി അങ്ങനെ ഓരോന്ന് കാണിക്കും, അത് സിനിമയിലേക്ക് വരാൻ എത്തിപ്പെടില്ല എന്നൊരു കാര്യം നമുക്ക് അറിയായിരുന്നു. ദൂരമായിരുന്നു. അതെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി അതായത് ആഗ്രഹിക്കാം. പക്ഷെ നമ്മൾ പോയ വഴികളിലൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇല്ലായിരുന്നു. പരിപാടി നടക്കുമ്പോഴും നമ്മള് കൈയടിക്കാനും ഇതുപോലെ പെർഫോം ചെയ്യില്ല, മിമിക്രി ഒന്നും അങ്ങനെയൊന്നുമില്ല. അതൊക്കെ പ്രത്യേക ഒരു അത്ര നമുക്ക് ഒരു ഇതില്ലായിരുന്നു ആദ്യമായിട്ട്. അതായത് ഇത് ശരിയെന്ന് പറയില്ല കേട്ടോ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് ഇങ്ങനെ. അതെ, അപ്പം പിന്നെ പയ്യെ ഓരോ വീഡിയോ ചെയ്ത് പിന്നെ പയ്യെ അതിന്റെ ഓരോ മാറ്റങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ബ്രോ ഫസ്റ്റ് ബ്രോന്റെ കഴിവ്, അതായത് ഈ കലാപരമായിട്ടുള്ള കഴിവ് കാണിക്കുന്നത് ഇതുപോലെ റീലിലാണോ അല്ലെങ്കിൽ സ്റ്റേജിലോ? റീലിൽ ഒരിക്കലും അത്രയ്ക്കുള്ള കഴിവുകളും അതല്ല, അത് നോർമലി നമ്മൾ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നത്, അതിൽ നമ്മളൊന്നും ശ്രദ്ധിക്കത്തൊന്നുമില്ല. അല്ല, ഞാൻ ചോദിച്ചത് വല്ല സ്റ്റേജിലൊക്കെ ഇതിനു മുമ്പ് കയറിയ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും കാര്യത്തിനുണ്ടോ? പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ റീലിലൊക്കെ ചെയ്യുന്ന സ്റ്റേജിൽ ഫോട്ടോ എന്തൊക്കെ ഉണ്ടല്ലോ. ഡാൻസ് ഒക്കെ കളിക്കാൻ കൊച്ചിലെ മതി എന്തോ കേറി കഥ പറയാൻ കേറി സംസ്കൃത പ്രശ്നം. പക്ഷെ കഥ അറിയില്ല, ഞാൻ സ്റ്റേജിൽ കുറച്ചു നിന്നപ്പം ടീച്ചർ വിളിച്ചിറങ്ങി. അതെ, ഇപ്പൊ ചോദിച്ചില്ലേ, കലാകാരന്മാർക്ക് എല്ലാവർക്കും ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ ഒരു കഴിവ് കിട്ടണം. അത് നാടകക്കാർ അല്ലെങ്കിൽ വലിയ നാടകക്കാർ, വലിയ സിനിമാ നടന്മാരുടെ മക്കള് അല്ലെങ്കിൽ അമ്മാവൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് വരുമല്ല. നമുക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാനും എനിക്ക് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ ഹരിശ്രീ എന്ന് പറഞ്ഞ സംഭവത്തിൽ ആ ട്രൂപ്പിങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചെറിയ മിമിക്രിയൊക്കെ അവതരിപ്പിച്ചിട്ടിരിക്കണം. അപ്പോൾ പത്രത്തിലൊരു പരസ്യം കണ്ടു, മിമിക്രി ആർട്ടിസ്റ്റുകളെ ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് മറ്റേ മ്യൂസിക് ചെയ്യാൻ വേണ്ടിയാണ് എനിക്കത് അറിയാത്. പക്ഷേ നമ്മൾ കോമഡിയാണല്ലോ, നമ്മൾ ഈ പത്രത്തിലെ പരസ്യം കണ്ട് ഞാൻ അവിടെ ചെന്ന്. അപ്പോൾ അന്ന് കോമഡിയൻ ഹരിശ്രീ അശോകൻ ചേട്ടൻ സിനിമയിലേക്ക് തിരക്കായതുകൊണ്ട് ഒരു കോമഡിയൻ അന്വേഷിക്കണം. അതൊക്കെ എനിക്കറിയാം, നമ്മൾ എടുക്കൂല തന്നെ നമുക്കറിയാം. കാരണം അശോകൻ ചേട്ടൻ അന്ന് എവിടെ ഇരിക്കുന്നത്, നമ്മളെവിടെ ഇരിക്കണം, എന്നാലും പോകാം. അപ്പോൾ നമുക്ക് ഈ പാരമ്പര്യമൊന്നും പറയാത്തതുകൊണ്ട് എനിക്ക് ഈ മിമിക്രി മോണാക്റ്റിലൊന്നും പ്രൈസുകളില്ല. അപ്പം ഞാൻ സർട്ടിഫിക്കറ്റ് അപ്പോൾ എന്തെങ്കിലും കാണിക്കണമല്ലോ. ഞാൻ മറ്റേ 50 മീറ്റർ ഓട്ടത്തിൻ്റെ 3rd പ്രൈസ്, എല്ലാ 3 പേരുണ്ടെങ്കിൽ അതിൻ്റെ 3rd പ്രൈസ്, പിന്നെ ചാട്ടം, ഹൈ ജമ്പിൽ ഏറ്റവും അവസാനം പ്രോത്സാഹന സമ്മാനം. ഇതൊക്കെ ആയിട്ടാ പോണത്, കാരണം ഒന്നും പറയാനില്ല നമുക്ക്. ഇതുകൊണ്ട് കാണിച്ചു സാർ എൻ്റെ സർട്ടിഫിക്കറ്റുകളാണ്. അപ്പോൾ മറ്റേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ കൊച്ചിൻ അൻസാർക്കില്ലേ, അൻസാർക്ക് എടുത്താൽ ഞാൻ കൊണ്ട് കാണിക്കണം എൻ്റെ സർട്ടിഫിക്കറ്റുകളാണ് സാർ എന്ന് പറയും. എന്തോ വലിയ മെഡലൊക്കെ കിട്ടി, മറ്റേ ഈ പ്രസിഡന്റിൽ നിന്നും അല്ലെങ്കിൽ മറ്റേ പ്രധാനമന്ത്രി നിന്നൊക്കെ എന്തോ കിട്ടിയാൽ പുള്ളി നോക്കിയപ്പോൾ എല്ലാം തേട്. അപ്പോൾ ഹൈ ജമ്പ് അത് 3 പേരുള്ളൂ, അതിനകത്ത് തേട്, അത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെയാണ് സാർ. താൻ എവിടെ വന്നു? മിമിക്രിയുടെ അല്ലേ ഇത്, സ്പോർട്സിൻ്റെ ആണല്ലോ മൊത്തം. അത് തൂച്ചാന്നൊക്കെ പറഞ്ഞു കിടക്കണ്, 4 എന്നൊക്കെ പറഞ്ഞു കിടക്കണ്. അതുകൊണ്ട് സാർ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ മോനെ ഇത് അശോകൻ ചേട്ടൻ മാറിയത് കൊണ്ട് ഓക്കെ ശരി എന്നെ പറഞ്ഞു മനസ്സിലാക്കി. എന്നെ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി പോകുന്നു. ഞാൻ ബസ് കയറി പോകുന്നു. ഇതാണ് സംഭവം. അത് തന്നെയല്ല, ഭയങ്കര തിരക്കാണ്. ഇന്നിപ്പോ ഒരു ഓഡീഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ ഓഡീഷൻ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും തിരക്ക്? അതിനും വൻ തിരക്കായിരുന്നു അവിടെ. അല്ല, അദ്ദേഹം എഴുതിയ 2ാമത്തെ പടത്തിൽ എനിക്കും അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. എന്നിട്ട് അഗൈൻ കാസർഗോഡ് കാന്തർബായി എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത പടമാണ്, അല്ല എഴുതിയ സിനിമയാണുള്ളത്. 2ാമത്തിൽ ഞാനുണ്ട് മെയിനായിട്ട്. 4 സിദ്ദിഖ്, അശോകൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, അങ്ങനെ നിൽക്കുന്ന ഗ്രൂപ്പിൽ ഞാനും ഉണ്ട് പുതിയതായിട്ട്. അതെ അതെ അതെ, ഭാഗ്യമാണത്. അന്ന് മിമിക്രി കാണിച്ചിട്ടോ ആ ട്രൂപ്പിൽ വന്ന് പെട്ട് ആ ട്രൂപ്പിൽ നിന്ന് വലിയൊരാളായത് കൊണ്ടല്ല, എന്നെ പറഞ്ഞ് മനസ്സിലാക്കി മോന് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല ഇത് ഹരിശ്രീ അശോകൻ മാരിയൻ്റെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട്. അടിപൊളി.
ഈ ചെറുപ്പത്തിലെ നമ്മളെ ഈ ഒരു ഉള്ളിൽ എല്ലാവരും ഉള്ളിലുണ്ടാവുന്ന കുറെ പേര് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ചേർന്ന് പറയാനാ ഈ കണ്ണാടിയിലൊക്കെ അഭിനയിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ടോ? വെറുതെ ഇരുന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ നമുക്കിങ്ങനെ ആരൊക്കെയോ സംസാരിക്കുന്നവരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? അന്ന് ആരെയായിരുന്നു കണ്ടിട്ട് ഒരു റോൾ മോഡലായിട്ട് വെച്ചിരുന്ന ആരെയായിരുന്നു? അല്ല അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോഴായാലും ഞാൻ സംസാരിക്കണം ഒറ്റയ്ക്ക് സംസാരിക്കണം. ഇപ്പൊ കണ്ണാടിയിലല്ല, മറ്റേ ഫോണിലാണ് മാത്രമേ ഉള്ളൂ, മറ്റേ സെൽഫി എടുത്തിട്ടേ. എല്ലാവരും ഇപ്പൊ ബ്രോ ഇങ്ങനെ വന്ന് നേരെ സിനിമയിലേക്ക് വന്നു. ഇപ്പൊ ബ്രോയും മിമിക്രി ഇതൊക്കെ ഒന്ന് ബിജുവാട്ടം മിമിക്രി ആയിട്ട് വന്ന് സിനിമയിലേക്ക് വന്നു. അതിന്റെ ഇടയിൽ കൂടി ഡാൻസിലേക്ക് പോയി. ആ പോക്ക് എങ്ങനെയായിരുന്നു? ആ ഡാൻസിലേക്ക് സ്പ്ലിറ്റ് ആയി പോയി. ഡാൻസ് അറിയാൻ പാടില്ലായിട്ടൊന്നും ചെലങ്ക ഊരി എറിഞ്ഞ ആളാണോ? അറിയാവുന്ന ആൾക്കാർ ചെലങ്കൂരി എറിഞ്ഞിട്ടില്ല, പോടാ. അല്ലാണ്ട് ഞാൻ ചെലങ്കൂരി എറിഞ്ഞിട്ടില്ല. അത് ഒരു ഇൻട്രസ്റ്റ് ആണത്, ഒരു ഇൻട്രസ്റ്റ് ആണത്. കാരണം അത് പഠിച്ചിട്ടല്ല, അത് നമ്മൾ കാണിക്കുമ്പോൾ തന്നെ അറിയാലോ നമ്മൾ പഠിച്ചിട്ടൊന്നും ഇല്ല. പിന്നെ മോൾക്കൊക്കെ എല്ലാ പിള്ളേർക്കും, ഇപ്പോഴത്തെ ആ പ്രായമുള്ള പിള്ളേർക്കൊക്കെ യൂട്യൂബൊക്കെ നോക്കി അവരൊക്കെ കളിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം മാത്രമല്ല. പിന്നെ ഈ സമയത്തൊക്കെ ഞാൻ അന്ന് നമ്മൾ സ്കൂള് സമയത്ത് നമ്മൾ പുറത്തിറങ്ങുന്ന സമയമുണ്ടല്ലോ, ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി പരിപാടിക്കൊക്കെ പോകുമല്ലോ. ആ സമയത്ത് ഗാനമേളകളിലൊക്കെ പോയി ഞാൻ ഡാൻസ് കളിക്കും. ഗാനമേളയുടെ ഇടയിൽ നിന്ന് ഡാൻസ് കളിക്കും. ഗാനമേള അവിടെ നടക്കണു, നമ്മൾ ഓഡിയൻസ് അവിടെ നിന്ന് പൊടി പറപ്പിച്ചോണ്ട് ഡാൻസ് കളിക്കും. അത് ആരെയും ശല്യം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ആരെ വീടി ഒരാളെ ഡിസ്റ്റർബ് ചെയ്തിട്ടല്ല. ഒരു സ്ഥലത്ത് ഒരുത്തം കിടന്ന് ഡാൻസ് കളിക്കും, ഒരാളെ അവന്റെ പാടായി. ഇപ്പൊ സിനിമയിലൊക്കെ കാണിക്കില്ല, ഇപ്പൊ അതൊക്കെ ഭയങ്കര വൈറലാണ്. ഒരാൾ നിന്ന് ഡാൻസ്, അത് തന്നെ സംഭവം. അതിനകത്ത് വെള്ളടിയില്ല മാത്രം, നമ്മൾ ആത്മാർത്ഥമായിട്ട് കളിക്കുന്നത്. വെള്ളടിച്ചിട്ടുള്ള പരിപാടിയല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് കളിക്കുന്നത്. അവനെന്തോ കാണിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു താളബോധം അങ്ങനെ ഉണ്ടായാണ്. ഒരു ഗാനമേള ട്രൂപ്പ് ഞങ്ങളുടെ അടുത്ത് എപ്പോഴും വരുമായിരുന്നു. ആ അവർ ഇങ്ങനെ എന്നെ എപ്പോഴും കാണും ഞങ്ങളുടെ പരിസരത്ത്, അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ. അപ്പോൾ ഈ പയ്യൻ പാവം, അവനാ പൊടിയും പറപ്പിച്ച് എല്ലാ പരിപാടിക്കും പോകുന്നു. അപ്പോൾ അയാൾ അനൗൺസ് ചെയ്തു, ഈ പാവം പയ്യനെ ഞങ്ങളൊന്ന് കയറ്റി നിർത്തണേ എന്നും പറഞ്ഞ് അവരെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവർക്ക് തോന്നിയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതവും ഭയങ്കര സന്തോഷം വരുന്നത്. തബല 2 തബലുണ്ട് അവിടെ, ഒരു സ്പേസ് ഉണ്ടാവില്ല തബല അടിക്കണോട്ട്. രണ്ടുപേരും അങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി അടിക്കണാണ്. അപ്പോൾ അവരോടൊക്കെ സന്തോഷം അങ്ങ് മാറ്റി വെച്ച് അവിടെ നിന്ന് ഡാൻസ് കളിച്ചിട്ടേ ഈ കാലിടയിൽ പോയിട്ട് ആ തബലയിലേക്ക് വീണ് തബല പൊട്ടിപ്പോയി. ആകെ പ്രശ്നമായി പോയി. എൻ്റെ അടുത്ത് 5 ദിവസം കൊടുക്കാനുണ്ടാ. പിന്നെ അവർ ഇനി മേലിൽ വരല്ലേട്ടൻ മോനെ എന്നൊക്കെ പറഞ്ഞ് വിട്ട് തബലയിൽ കൈകുത്തി വീണ് ഞാൻ കറങ്ങിയതാണേ. പഠിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് ഈ ബാലൻസ് ഇല്ലല്ലോ. തലകറി എടുക്കാത്ത സ്റ്റെപ്പുകളൊക്കെ എടുത്ത് അത് ഉത്സവത്തിന്റെ ഗാനമേള നശിപ്പിച്ച ആളായിരിക്കുന്നത് പറഞ്ഞിരുന്നോ? എന്തായാലും കുഴപ്പമില്ലേട്ടാ, അവിടെ നിന്ന് തുടങ്ങി ഒരു തബല പൊട്ടിച്ച് തുടങ്ങിയത് നമ്മള്. ഇപ്പൊ എവിടെ എത്തിക്കണ്? അതെ, മണിച്ചേട്ടന്റെ പാട്ടേ ബൈ കുച്ചാണ്ട് പാണം കത്തണമാ. എൻ്റെ അടുത്ത ലൈൻ ഞാൻ കരുതിയത് തബല പൊട്ടിച്ചി. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. തബല അല്ല പൊട്ടിച്ചത്, വാഴയല്ല പൊട്ടിച്ചതാണ്. ഞാൻ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ആദ്യമൊക്കെ കേട്ടപ്പോൾ നെഞ്ചിന് ഇടിപ്പാണ്. ദൈവം, ഈ ഡാൻസ് ആരെങ്കിലും കണ്ടിട്ട് എഴുതിയാണോ? ഇത് പാട്ടുമാക്കിയത് തബലല്ല, വായല പൊട്ടിച്ചെന്നാണ് അതിനത്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞ വെറുതെ അല്ലെന്ന് മനസ്സിലായില്ലേ? ഈ ശബ്ദത്തിൽ ഒരു പാട്ട് പാടാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഒരു വരിയാണെങ്കിൽ തന്നെ ആ അതിനൊരു ഒഴുക്കുണ്ടായിരുന്നു. അടുത്ത പടത്തിൽ പാടിക്കൂട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വളരെ കുറച്ച് സമയം കിട്ടിയോളൂ. വാഴ 2 തിയേറ്ററിലേക്ക് എത്തുകയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പടം, ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളുടെ 100% എഫേർട്ട് എടുത്ത് തിയേറ്ററിലേക്ക് എത്തിയേക്കുന്ന ഒരു പടമാണ്. ഈ സിനിമ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചുവന്ന മഷിച്ച് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു വിജയമായി മാറട്ടെ. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. താങ്ക് യു.